everyone, welcome to my YouTube channel Incredible English. So today let's discuss some of the important poetic devices. കൂടുതലൊന്നുമില്ല, ഇന്ന് നമ്മൾ രണ്ട് poetic devices ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷ് 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഫ്ലൈറ്റ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ട് പോയത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള poetic devices ആണ് നമ്മളിത് നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ട്രാൻസ്ഫേർഡ് എപ്പിത്തേറ്റും സെക്കൻഡ് വൺ ഈസ് അലൂഷൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞു പോവാം. ട്രാൻസ്ഫേർഡ് എപ്പിത്തേറ്റ് എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ്, ആ പേര് പോലെ തന്നെ ട്രാൻസ്ഫറിങ് ആൻ എപ്പിത്തേറ്റ്. എപ്പിത്തേറ്റ് എന്ന് പറയുമ്പം സിംപ്ലി ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ആയിരിക്കാം, ഒരു ഫ്രേസ് ആവാം, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആകാം. ഒരു പേഴ്സണെയോ ഒരു തിങ്ങിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേർഡ്, അങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവ് ഓർ ഫ്രേസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ ഓർ എ തിങ്. അപ്പൊ ഈ ഒരു വേർഡിനെ ആ ഏതിനെയാണോ റെഫർ ചെയ്യേണ്ടത് അതിന്റെ കൂടെ ക്ലബ് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ കൂടെ യൂസ് ചെയ്യാതെ ആ ലൈനിൽ തന്നെയുള്ള വേറെ ഒരു വേർഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് എപ്പിത്തേറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിങ് ആൻ എപ്പിത്തേറ്റ് ഫ്രം ദ തിങ് ഇറ്റ് ആക്ച്വലി ഡിസ്ക്രൈബ്സ് ടു സംതിങ് എൽസ് ഇൻ ദ ലൈൻ. ആ ലൈനിൽ തന്നെയുള്ള വേറൊരു കാര്യത്തിനെ റെഫർ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ ഇറ്റ്സ് ക്ലിയർ. ലുക്ക് അറ്റ് ദീസ് ലൈൻസ്. ദിസ് ഈസ് ടേക്കൺ ഫ്രം എ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ദ ഡ്രാഗൺ എന്നുള്ള പോയത്തിലെ ലൈൻസ് ആണ്. Belinda paled and she cried, "Help, help!" But Mustard fled with a terrified yell. Okay, so these lines, look at the last words. Terrified yell. Terrified yelp എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, യെൽപ്പ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് നമ്മുടെ ആരാണ്, മസ്റ്റാർഡ് അല്ലേ? മസ്റ്റാർഡിന്റെ റിയാക്ഷൻ ആയിരുന്നു യെൽപ്പ് എന്നുള്ളത്. അപ്പൊ ടെറിഫൈഡ് എന്നുള്ള അഡ്ജക്റ്റീവ് യെൽപ്പിന്റെ കൂടെ ക്ലബ് ചെയ്തിരിക്കുകയാണ്. So that is an example for transferred epithet, because ഇവിടെ ആക്ച്വലി ആരാണ് ടെറിഫൈഡ്? മസ്റ്റാർഡ് ആണ് ഇവിടെ ടെറിഫൈഡ്. പക്ഷെ ടെറിഫൈഡ് മസ്റ്റാർഡ് എന്ന് പറയുന്നതിന് പകരം ടെറിഫൈഡ് യെൽ, മസ്റ്റാർഡിന്റെ റിയാക്ഷൻ ആയ യെൽപ്പിന്റെ കൂടെയാണ് ടെറിഫൈഡ് എന്നുള്ള വേർഡിനെ ക്ലബ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എന്താണ്, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഓക്കെ, അതാണ് ഒരെണ്ണം. അടുത്ത നോക്കിക്കേ, ഓൺ സൈലന്റ് ഹോഞ്ചസ്. ദിസ് ഇസ് ഫ്രം ദ പോം ഫോഗ്. ഫോഗ് എന്നുള്ള പോയത്തിൽ നമുക്കറിയാം ഫോഗിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ക്യാറ്റിനോടാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ ക്വയറ്റ്ലി ദ ക്യാറ്റ് മൂവ്സ്, ഫോഗും അങ്ങനെയാണ് എന്നൊക്കെയാണ് പോം. ചെറിയൊരു വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പോയമാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു വേർഡ് വരുന്നുണ്ട്, ഒരു യൂസേജ് വരുന്നുണ്ട്, സൈലന്റ് ഹോഞ്ചസ് എന്ന് പറയുന്നുണ്ട്. അവിടെ ആരെയാണ് ഈ സൈലന്റ് ഹോഞ്ചസ് എന്ന് പറയുന്നത്? ആക്ച്വലി നമ്മുടെ ക്യാറ്റിന്റെ മൂവ്മെന്റിനോടാണ് ഫോഗിനെ കമ്പയർ ചെയ്യുന്നത്. ഫോഗ് ക്യാറ്റ് സൈലന്റ്ലി മൂവ് ചെയ്യണ പോലെയാണ് ഫോഗും വരുന്നതും പോകുന്നതും എന്നാണ് പറയുന്നത്. സോ അവിടെ ആക്ച്വലി ആരാണ് സൈലന്റ് ഹോഞ്ചസ് എന്ന് റെഫർ ചെയ്യണത്? നമ്മളിപ്പം സൈലന്റ് ആരാണ്? ആക്ച്വലി സൈലന്റ് ആരാണ്? ക്യാറ്റ് അല്ലെങ്കിൽ ഫോഗ് ആണ് അവിടെ സൈലന്റ്. അപ്പൊ ഇവിടെ സൈലന്റ് ആരുടെ ക്ലബ് ചെയ്തിരിക്കുന്നത്? ഹോഞ്ചസ് എന്നുള്ള ആ ഒരു വേ ഓഫ് സിറ്റിംഗിന്റെ കൂടെയാണ് ക്ലബ് ചെയ്തിരിക്കുന്നത്. ഹോഞ്ചസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേ ഓഫ് സിറ്റിംഗ് ആണ്. അപ്പം ഫോഗ് കമ്പയർഡ് ടു ക്യാറ്റ് ഈസ് സിറ്റിംഗ് സൈലന്റ്ലി ഓൺ ഹോഞ്ചസ്. ഹോഞ്ചസ് ഈസ് നോട്ട് സൈലന്റ്. ഹോഞ്ചസ് അല്ല അവിടെ സൈലന്റ്. ആരാണ് ആക്ച്വലി സൈലന്റ്? ഫോഗ്, അല്ലെങ്കിൽ ഫോഗിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ക്യാറ്റ് ആണ് സൈലന്റ്. എന്നിട്ട് ഇവിടെ സൈലന്റിനെ ക്ലബ് ചെയ്തിരിക്കുന്നത് ഹോഞ്ചസിനോട് കൂടിയാണ്. സോ ദിസ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. അപ്പൊ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആരെയാണോ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ ക്ലബ് ചെയ്യാതെ, അല്ലെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാതെ ആ വേർഡിനെ ആ ലൈനിലുള്ള വേറെ ഏതെങ്കിലും വേർഡിന്റെ കൂടെ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത്, സോറി ഫോർ ദാറ്റ്, ദിസ് ഇസ് നോട്ട് ക്ലിയർ and the word is allusion. Okay, allusion, ALLUSION. allusion കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. allusion എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആവാം, പീപ്പിൾ ആവാം, അല്ലെങ്കിൽ സ്ഥലങ്ങളാവാം, ഓർ സം ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ് ആവാം. ലിറ്റററി വർക്ക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആവാം, നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് മൈനർ ക്യാരക്ടേഴ്സ്, ഈവൻ മൈനർ ക്യാരക്ടേഴ്സ് ആവാം. അപ്പൊ നേരത്തെ ഉള്ള കാര്യങ്ങളെ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടോ, ഡയറക്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വേർഡ് തന്നെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി അതിന്റെ അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ പ്രസന്റ് ചെയ്യുന്നു. എവിടെ?
പ്രസന്റ് പോയത്തിൽ. അപ്പൊ നമ്മളിപ്പോൾ ഒരു പോയം കാണുന്നു, ആ പോയത്തിൽ ഇതുപോലെ പഴയ ഏതെങ്കിലും ഒരു ലിറ്റററി വർക്കിലെ ഒരു ക്യാരക്ടറിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലേസിനെ, പണ്ട് പറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു റെഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ അലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അലൂഷൻ നമുക്ക് എഗെയിൻ ഈ സെയിം പോയത്തിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്, കസ്റ്റാർഡ് ഡ്രാഗന്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ബെലിൻഡ tickled him, she tickled him unmerciful. Belinda tickled him, she tickled him unmerciful. Ink, blink and mustard, they rudely called him Percival. Okay, Percival. See that I have highlighted the word Percival. Percival എന്ന് പറയുന്നത് is an example for allusion. കാരണം പെർസീവൽ എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും കിങ് ആർതറിന്റെ കോർട്ടിലെ ഒരു നൈറ്റ് ആയിരുന്നു. അതുപോലെ ആ ഒരു ലെജൻഡ് ഓഫ് കിങ് ആർതർ എന്ന് പറയുന്ന ആ വർക്കിന്റെ അകത്തെ ഒരു ക്യാരക്ടർ ആണ് പെർസീവൽ. ആ പെർസീവലിനെയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. പെർസീവൽ ആക്ച്വലി സപ്പോസ് ടു ബി ബോൾഡ്, അല്ലെ, ഒരു നൈറ്റ് ആണ്. സോ ഹി സപ്പോസ് ടു ബി ബോൾഡ്, ഒരു വാരിയർ പോലെ, വാരിയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സോൾജിയർ പോലെയാണ്. അപ്പൊ ഹി സപ്പോസ് ടു ബി ബോൾഡ്. പക്ഷേ ഇവിടെ ഈ പെർസീവൽ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, നമ്മൾ ആ ലെജൻഡ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ക്യാരക്ടർ അത്ര ബ്രേവ് അല്ലായിരുന്നു, ഭയന്ന് പിന്മാറുന്ന ഒരാളായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇവര് എന്താണ് ടീസ് ചെയ്യുന്നു. ഇങ്കും ബ്ലിങ്കും മസ്റ്റാർഡും ഒക്കെ നമ്മുടെ കസ്റ്റാർഡിനെ പെർസീവൽ എന്ന് വിളിച്ച്, ശരിക്കും ഒരു ഡ്രാഗൺ, പക്ഷെ അതിന്റെ ധൈര്യമില്ല എന്നും പറഞ്ഞ് അതിനെ കളിയാക്കുന്നത്, എന്താണ് പെർസീവൽ എന്ന് വിളിക്കുന്നത്. സോ പെർസീവൽ നേരത്തെ ഉള്ളൊരു ലിറ്റററി ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ റെഫർ ചെയ്തിരുന്നു. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അലൂഷൻ. ഇനി സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമാൻഡ എന്നുള്ള പോയത്തിനകത്ത് റപ്പുൻസെൽ എന്നുള്ള ക്യാരക്ടർ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്, റപ്പുൻസെൽ. സോ ഇവിടെ അമാൻഡ ഇമാജിൻസ് ഹെർസെൽഫ് ടു ബി റപ്പുൻസെൽ, അല്ലെ, ഞാൻ റപ്പുൻസെൽ ആണ്. ആ ഒരു റപ്പുൻസെൽ എന്നുള്ള റെഫറൻസും എന്തിനുള്ള എക്സാമ്പിൾ ആണ്? നമ്മുടെ അലൂഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് എപ്പിതെറ്റും പിന്നെ അലൂഷനുമാണ്. ഈ രണ്ട് പോയിന്റ്സും മറക്കരുത്. അലൂഷൻ, പെർസീവൽ, അത് ഒരിക്കലും മറക്കരുത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ടു യു. Some more poetic devices I will discuss in the next coming videos. See you soon. Thank you.